മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2014 മെയ് 26 ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവാണ്. രാഷ്ട്രീയമായ ചിന്താധാരകളായാലും ഭരണപരമായ ചിന്താധാരകളായാലും നമ്മളുടെ രാജ്യത്തിലെ ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഇലക്ഷൻ റിസൾട്ട് മെയ് 16 വന്നതിന് ശേഷം ഇന്ന് മെയ് 26 വരെയുള്ള 10 ദിവസങ്ങളിൽ ദേശീയവും പ്രാദേശികവുമായ ചാനലുകളിലൂടെ വന്നിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകളും വീക്ഷണങ്ങളും വിലയിരുത്തലുകളും വിമർശനങ്ങളും എല്ലാം നോക്കിയാലും ഭാരതം ഒരു ടേൺ അറൗണ്ട്, ഒരു പുനർനിർമ്മാണത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള ആരംഭമാണ് എന്ന് ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതം എന്ന രാഷ്ട്രത്തിൽ ആത്മീയത പോലും രാഷ്ട്രത്തിൻ്റെ ഭരണവും രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ധർമ്മബോധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആദികാവ്യമായ രാമായണത്തിൽ വാൽമീകി എഴുതിയത് അയോധ്യയുടെ ചക്രവർത്തിയായ ദശരഥൻ്റെ കഥയാണ്, ചരിത്രമാണ്. കേകയ രാജാവിൻ്റെ മകള് കൈകേയിയുടെ ചരിത്രമാണ്. കോസല രാജാവിൻ്റെ മകള് കൗസല്യയുടെ ചരിത്രമാണ്. ഗൗഹാട്ടി പ്രദേശങ്ങളിലുള്ള പ്രാഗ്ഭവപുരത്തിലെ മകളായ സുമിത്രയുടെ ചരിത്രമാണ്. കിഷ്കിന്ധയിലെ രാജാക്കന്മാരാവാൻ ആഗ്രഹിച്ച ബാലിയുടെയും സുഗ്രീവൻ്റെയും ചരിത്രം, ലങ്കയിലെ രാജാവായ രാവണൻ്റെ സഹോദരന്മാരുടെയും മക്കളുടെയും ചരിതമാണ് രാമായണത്തിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത്. മഹാഭാരതത്തിലും ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും 2 മക്കളും രാജഭരണവും രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പൂർണ്ണമായിട്ട് മഹാഭാരതത്തിലെ ചരിത്ര വിഷയം. ഭാഗവതം എന്ന ഗ്രന്ഥമെടുത്താലും മനസ്സിലാക്കാൻ സാധിക്കും, അതിനകത്ത് ശ്രീകൃഷ്ണൻ അവതരിച്ചത് തന്നെ കംസൻ എന്ന രാജാവിൻ്റെ ദുഷ്ട ചെയ്തികളിലെ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നരസിംഹമൂർത്തി അവതരിച്ചത് തന്നെ ഹിരണ്യകശിപു എന്ന രാജാവിൻ്റെ ദുഷ്ട ചെയ്തികളിൽ നിന്ന് രാഷ്ട്രത്തെ മോചനം നേടാനാണ്. പ്രഹ്ലാദൻ രാജാവായി തീർന്നു, ധ്രുവൻ രാജാവായി തീർന്നു. അതുപോലെ തന്നെ ജഡഭരതനും എല്ലാവരും രാജാക്കന്മാരായി നിലനിന്ന ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ചരിത്രമാണ് ഭാഗവതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കാം. ഭാരതം എന്ന രാഷ്ട്രവും അതേപോലെ തന്നെ രാജനൈതിക വിഷയങ്ങളിൽ അഗാധമായ താല്പര്യമുള്ള ആത്മീയതയാണ് ഭാരതത്തിലുള്ളത്. ഇവയെല്ലാം നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ പൈതൃക സന്ദേശങ്ങൾ കൊടുക്കുമ്പോഴും രാഷ്ട്രത്തിലെ ജനതയുടെ കാര്യങ്ങൾ പറയുമ്പോഴുമെല്ലാം അതൊന്നും ഇന്നത്തെ രാജനീതിയും ഭരണവും ഇലക്ഷനും ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല. പ്രത്യക്ഷമായിട്ടും രാഷ്ട്രത്തിൻ്റെ കാര്യം ആത്മീയതയുടെ ഭാഗമായി വരുന്നു ഭാരതത്തിൽ. അതുകൊണ്ട് യൂട്യൂബിലൂടെ കാര്യങ്ങൾ വിവരിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പൈതൃകത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമല്ല, പൈതൃകത്തിൻ്റെ തന്നെ ഭാഗമാണ്.
രാഷ്ട്രമുണ്ടെങ്കിലേ സമൂഹമുള്ളൂ, സമൂഹമുണ്ടെങ്കിലേ കുടുംബമുള്ളൂ, കുടുംബമുണ്ടെങ്കിലേ വ്യക്തിയുള്ളൂ. ഇതെല്ലാം കൂടി ചേർക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയതയുമാണെന്ന് നേരത്തെ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രകാര്യത്തിൽ ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സംഭവമാണ്. ഒരു RSSന്റെ പ്രചാരകൻ, ഫുൾ ടൈം വർക്കർ, ജീവിതം മുഴുവനും രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെക്കത്തക്ക വിധത്തിൽ RSS അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ BJPയുടെ മുകളിൽ പ്രതിഷ്ഠിച്ച പ്രധാനമന്ത്രിയായിട്ട് 8 മാസങ്ങൾക്ക് മുമ്പ് കാണിച്ചത്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ജനങ്ങൾ വിലയിരുത്തി. അദ്ദേഹം പറഞ്ഞതും ചിന്തിച്ചതും ചെയ്തതും എല്ലാം ജനങ്ങൾ വിലയിരുത്തി RSSകാരൻ തന്നെയാണ് എന്ന ഉത്തമ ബോധ്യം വെച്ചുകൊണ്ട് തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും എല്ലാവരും അദ്ദേഹത്തെ ഈ ഇലക്ഷന് ഈ നിലവാരത്തിൽ കൊണ്ടുവന്നെത്തിച്ചു. അദ്ദേഹം വിജയിച്ചതിന് അനവധി കാരണങ്ങൾ ഉണ്ടാവാം. അതിലൊന്ന് അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള വിശ്വാസം, ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറിയാണ്. അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള വിശ്വാസം പ്രകടമായിട്ട് കാണാൻ സാധിച്ചത് ഇതുപോലെയുള്ള ധന്യമായ ആ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴാണ്. നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത്, RSS എന്ന സംഘടന ഇതിൻ്റെ മുമ്പിൽ വന്നിട്ടേയില്ല, ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല, അവരൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ രാഷ്ട്രത്തിന് മുമ്പിൽ സമർപ്പിച്ച വ്യക്തിയെ ജനത സ്വീകരിച്ചപ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടി കഴിഞ്ഞ 10 ദിവസമായിട്ട് TV-യിൽ വന്നതിലെ വാഗ്വാദങ്ങളില്ല, അല്ലെങ്കിൽ വാക്പയറ്റുകളില്ല, ഇതൊന്നുമില്ലാതെ ആ പാർട്ടിയിൽ വയസ്സായിട്ടുള്ളവരെ ഇരുത്തേണ്ടവരെ ഇരുത്തി, ഉയർത്തേണ്ടവരെ ഉയർത്തി, നടത്തേണ്ടവരെ നടത്തുന്നു. അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിലുള്ള സാർക്ക് രാജ്യങ്ങൾ മുഴുവനും ഇന്ന് ഈ കോറോണേഷൻ കിരീടധാരണത്തിൽ പങ്കെടുക്കുന്നു. അതിലകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം കുറേയെല്ലാം ഇപ്പോൾ മാറ്റി, പിന്നെ കുറേയെല്ലാം ഭാവിയിൽ മാറ്റി. ഭാരതത്തിന് ചുറ്റും ചൈന എങ്ങനെയാണോ അവരുടെ പിടിമുറുക്കുന്നത്, അതിന് അല്പമെങ്കിലും അയവ് വരുത്താൻ പറ്റുന്ന വിധത്തിൽ സാർക്ക് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കിരീടധാരണം, മോഡിയുടെ എതിരാളിയെ പോലെ പെരുമാറിയ അമേരിക്ക മോദിയുടെ വിജയത്തിൽ ഇംഗ്ലണ്ടിനെ പോലെയും കാനഡയെ പോലെയും ചൈനയെ പോലെയും ജപ്പാനിനെ പോലെയും അഭിനന്ദിച്ചു. അകത്ത് ചിലർക്ക് പിരിമുറുക്കമോ മുറുമുറുപ്പോ എല്ലാം ഉണ്ട്. ഒരു സീറ്റും കിട്ടാത്ത DMK ശ്രീലങ്കൻ പ്രസിഡന്റിനെ വിളിക്കുന്നതിൽ എതിർത്തു. കാരണം അടുത്ത ഇലക്ഷന് എന്തെങ്കിലും ഒരു കാരണം പറയണമെങ്കിൽ ഇതെടുക്കണം. DMK എതിർത്തത് കൊണ്ട് തമിഴരുടെ സംരക്ഷണ ചുമതല DMKക്ക് പോകാതിരിക്കാൻ ADMK എതിർത്തു. അവർ രണ്ടുപേരും എതിർത്തിട്ട് അതിന് വിപരീതമായിട്ട് നിന്നാൽ മറ്റ് തമിഴ് പാർട്ടികൾക്ക് അടുത്ത ഇലക്ഷന് ഒരു സീറ്റും കിട്ടാതെ വരുന്നത് കൊണ്ട് എല്ലാവരും ഓടുന്ന പട്ടിക്ക് 10 മുഴം മുമ്പേ എറിഞ്ഞു. ധാർഷ്ട്യത്തിൻ്റെ പ്രതിരൂപമെന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുള്ള ബംഗാൾ മുഖ്യമന്ത്രി വരുന്നില്ല എന്നറിയിച്ചു. അറിഞ്ഞിടത്തോളം ഭാരതത്തിലെ 9 സ്റ്റേറ്റുകളിൽ നിന്ന് മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നറിഞ്ഞു. എനിക്ക് ഒരു തരത്തിൽ വളരെ സന്തോഷം തോന്നി. അടുത്ത സംസ്ഥാന ഇലക്ഷന് സ്വാഭാവികമായിട്ടും സൂസവാക്യം തിരുമേനിയുടെയും നെയ്യാറ്റിങ്കര രൂപതയുടെയും കൽപ്പറ്റ മാനന്തവാടി രൂപത തുടങ്ങിയ കേരളത്തിൽ ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള
ബിഷപ്പുമാരുടെയും കർദിനാൾമാരുടെയും ഇടയലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭരണപക്ഷത്തിന് ഇനിയും വോട്ട് കിട്ടണമെങ്കിൽ പോവാതിരിക്കുകയാണ് നല്ലത് എന്ന തീരുമാനത്തിലായിരിക്കും അദ്ദേഹം എത്തിയത്. ആ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ അവരോധിക്കുന്ന സമയത്ത് താൻ പോയാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ അതിന് മുതലെടുക്കും എന്ന തോന്നൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും എതിർ പാർട്ടിക്കാർക്കും ഉണ്ടായി കാണും. ഏതായാലും ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് വരാൻ അവിടുത്തെ പ്രധാനമന്ത്രി തീരുമാനിച്ചതിനേക്കാൾ മഹത്വമായിട്ടുള്ള ഒന്നും നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു തരത്തിൽ സന്തോഷം തോന്നി എന്ന് പറയാൻ കാരണം ഇവരുടെ കാൽപ്പാടുകൾ അവിടെ ചവിട്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ചിലര് വിളിച്ചു പറഞ്ഞിരുന്നു. ഇവരവിടെ പോവാതിരിക്കുക നല്ലത്. കേരളം എന്ന രാജ്യം, ഞാൻ ഉദ്ദേശിച്ചത് സംസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് എന്നും മാറിയിരുന്ന ആ പഴയ 1957 ചിന്തകളും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം രാഷ്ട്രമായ ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ, ദേവനിർമ്മിതം ദേശം, അതിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാർ വന്ന് ആ ഭൂമി അപവിത്രമാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിലർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് വളരെ വളരെ സന്തോഷം തോന്നിയത്. ഇനി കേരളത്തിൽ നിന്ന് സംഭാവനയായിട്ട് പാർലമെന്റിന് ലഭിച്ച 20 പ്രതിപക്ഷ കക്ഷികൾ അവിടെ ഉറക്കെ അടുത്ത 5 വർഷം പറയാൻ സാധിക്കും കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തിലേക്ക് ശുദ്ധവായു തരുന്നില്ല, കേരളത്തിലേക്ക് ശുദ്ധവെള്ളം തരുന്നില്ല, കേരളത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം തരുന്നില്ല, സൂര്യൻ കൃത്യസമയത്തല്ല കേരളത്തിൽ ഉദിക്കുന്നത്, കാരണം RSSകാരനായ പ്രധാനമന്ത്രി ഭരിക്കുന്നത് കൊണ്ടാണ് എന്നെല്ലാം ഉറക്കെ വിളിച്ചു പറയുകയും പഞ്ചായത്ത് ഓഫീസും കളക്ടറേറ്റും ചങ്ങല കൊണ്ട് വളയുകയും അതുപോലെ തന്നെ പല പല രീതിയിലുള്ള കേസുകളും സർക്കാർ ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി പ്രതിഷേധിക്കുകയും എല്ലാമുള്ള അവസരം ജഗദീശ്വരൻ ഇവിടത്തെ കേരളത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തന്നു. അപ്പോൾ അതെല്ലാം ഇനി അടുത്ത 5 വർഷം ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാത്തിനും അപ്പുറത്ത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി NDTVയും CNN IBNും ടൈംസ് നൗവും ET ന്യൂസും എല്ലാം നൽകിയ ആ അതിമഹത്തായ വിലയിരുത്തലുകൾ ഭാരതത്തെക്കുറിച്ച് ഭാരതത്തിലെ ബുദ്ധിജീവികളും ചിന്തകരും പണ്ഡിതരും നന്മ നിറഞ്ഞ അൺബയസ്ഡ് ആയിട്ടുള്ളവരും പുറത്തുള്ളവരും എങ്ങനെ ഭാരതത്തെ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ അവസരം ഇന്നലെ വളരെ ഭംഗിയായിട്ട് NDTVയിലാണെന്ന് തോന്നുന്നു കരൺ താപ്പറോട് ഒരു നല്ല പത്രപ്രവർത്തകൻ പറയുകയുണ്ടായി. കുടുംബത്തിന് വേണ്ടി രാഷ്ട്രത്തെ ബലിയർപ്പിച്ചതാണ് സോണിയാഗാന്ധി ചെയ്തത്. ഷീ സാക്രിഫൈസ്ഡ് ദ നേഷൻ ഫോർ ഹെർ ഫാമിലി ആൻഡ് സാക്രിഫൈസ്ഡ് ദ പാർട്ടി ഫോർ ഹെർ സൺ. പാർട്ടിയെ മകന് വേണ്ടി ബലി കഴിച്ചു, മകന് വേണ്ടി പാർട്ടിയെ ബലി കഴിച്ചു, കുടുംബത്തിന് വേണ്ടി രാഷ്ട്രത്തെ ബലികരിച്ചു. ഇതിൻ്റെ പ്രതികരണമാണ് ഭാരതം മുഴുവനും വളരെ നല്ല രീതിയിൽ ബഹുമാനിക്കാത്ത ആദരിക്കാത്ത RSS എന്ന സംഘടന മുമ്പോട്ട് വെച്ച പ്രധാനമന്ത്രിയെ ജനത സ്വീകരിച്ചത്. മാറ്റത്തിൻ്റെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തി അത്ര ഗംഭീരമായിരുന്നു. യുവാക്കൾ സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു, ജാതിക്ക് അതീതമായിട്ട് സ്വീകരിച്ചു. ഉത്തർപ്രദേശിലെയും അതിന് സമാന്തരമായിട്ടുള്ള പ്രദേശങ്ങളിലെയും വിജയശ്രീ ലാളിതരായിട്ട് വാണരുളിയ ഒത്തിരി നേതാക്കന്മാരെ തറ പറ്റിച്ചുകൊണ്ടാണ് ഈ ഒരു വിജയം ഭാരത ജനത കാഴ്ചവെച്ചത്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഒരു മനുഷ്യനും കേൾക്കേണ്ടി വരാത്ത അത്രയും വിമർശനം നരേന്ദ്രമോദി എന്ന മനുഷ്യൻ കേൾക്കേണ്ടി വന്നു. ഇത് എൻ്റെ കമൻ്റ് അല്ല, ഇത് ടൈംസ് നൗവിലെ
അർണബ് ഗോസ്വാമി പറഞ്ഞതാണ്, the deepest and highest and the widest level of criticism had been forced to listen by him and watch by him. ലോകത്തിലെ ഏറ്റവും ആഴമേറിയതും പരപ്പേറിയതും ഉയരമേറിയതുമായ വിമർശനങ്ങളുടെ കൂരമ്പുകളെല്ലാം ഏൽക്കേണ്ടി വന്നിട്ടും തൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് വ്യക്തമായി ബോധ്യപ്പെടുത്തിയ ഈ വ്യാജ മതേതരത്വം വ്യാജ ചാരായം പോലെ കൊണ്ട് നടക്കാത്ത ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മുകളിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും BJP നഖശികാന്തം എതിർക്കുന്നവരുടെ മനസ്സിൽ പോലും നന്മ നിറഞ്ഞ ഒരു വികാരമുണ്ടായി എന്ന് ഇന്നലെയും മിനിഞ്ഞാന്നും കുറേ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒത്തിരി പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വരി പറയുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ കൂട്ടത്തിൽ വരുന്നു എന്നുള്ള ആ വാർത്ത സന്തോഷം തോന്നി. ഏതായാലും അടുത്ത 5 വർഷം മറ്റ് തിന്മകളൊന്നും സംഭവിച്ചില്ലെങ്കിലും ആ ഭരണത്തിൽ വലിയ അപാകതകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ രാഷ്ട്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഭരണം മുമ്പോട്ട് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഭാരതം എന്ന രാഷ്ട്രം ഒരു കുടുംബത്തെ തൂത്തെറിഞ്ഞു. മാത്രമല്ല, ഇറ്റലിയിൽ നിന്ന് വന്ന് ഭാരതത്തെ ഭരിക്കാൻ ചങ്കൂറ്റം കാണിച്ച അവരുടെ പുറകില് മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പേ ഗമിക്കുന്നു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ് കണ്ണുമടച്ച് നമ്മളെല്ലാം ഞാൻ ബഹുമാനിച്ചിരുന്ന AK ആന്റണിയെ പോലെയുള്ളവരും സുധീരനെ പോലെയുള്ളവരും ചിദംബരത്തെ പോലെയുള്ളവരും കുറേ അധികം വ്യക്തികൾ മാതൃകയാണെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ അവരുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് തെറ്റാണെങ്കിലും പലപ്പോഴും അറപ്പ് തോന്നാറുണ്ട്. ഒരു ഇറ്റലിക്കാരിക്കും ബുദ്ധി വളർച്ച എത്താത്ത മകനും ഷോ നടത്താൻ വേണ്ടി പുറത്തേക്ക് വന്ന് പ്രഭാഷണം നടത്തിച്ച ഒരു മകൾക്കും വേണ്ടിയിട്ട് ഒരു രാഷ്ട്രത്തെ മുഴുവനും ത്യാഗം ചെയ്യാൻ ബലി കൊടുക്കാൻ കൂട്ടത്തിൽ നിന്നവർ, ഇവർ ബലി കൊടുത്തിട്ടില്ല, ബലി കൊടുക്കാൻ കൂട്ടത്തിൽ നിന്ന ഇവരെ എങ്ങനെ ബഹുമാനിക്കും? മാത്രമല്ല, തരക്കേടില്ലാത്ത വിധത്തിൽ ഞാൻ ഇന്നും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ കൈ രണ്ടും കൂപ്പി തൊഴാൻ ഒരു വിഷമതയും ഇല്ലാത്ത ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലും അന്ത്യത്തിൽ താറടിച്ച് കാണിച്ചു. ഈ മന്ദബുദ്ധിയായ പ്രധാനമന്ത്രി ആ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് നല്ല മനുഷ്യനാ. വിശ്വോത്തര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സ് എടുത്ത മനുഷ്യൻ, എക്കണോമിക്സിൽ PhD എടുത്ത മനുഷ്യൻ ഭാരതത്തെ ശരിക്കും മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ചട്ടുകമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ട്, പിന്നെ ആണത്വത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പിന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷമില്ല, പലരുടെയും ദയാവായ്പോടുകൂടി വേണം ബില്ലുകൾ പാസാക്കാൻ. അതുകൊണ്ട് പാസാക്കിയ ബില്ല് പോലും ഈ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് വലിച്ചു കീറിയപ്പോഴൊക്കെ സൈലന്റ് ആയിട്ടിരിക്കേണ്ടി വന്ന ആ അവസ്ഥകളെല്ലാം കണ്ട ജനത എടുത്ത തീരുമാനത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ഇന്ന് മോഡിയുടെ സത്യപ്രതിജ്ഞയോടുകൂടി നടക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഏത് പാർട്ടിയിലോ മതത്തിലോ അല്ലെങ്കിൽ ജാതിയിലോ രാഷ്ട്രീയത്തിലോ ഉള്ളവരായാലും മോഡിയെയും നോക്കണ്ട, BJPയെയും നോക്കണ്ട, ഭരണത്തെയും നോക്കണ്ട, ആരെയും നോക്കണ്ട. പക്ഷെ നമുക്ക് ഈ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ ഗ്രാമത്തിന്, നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, അത് വിശക്കുന്നവർക്കോ വേദനിക്കുന്നവർക്കോ അനാഥർക്കോ വൃദ്ധർക്കോ ദരിദ്രർക്കോ ആശ്രയമില്ലാത്തവർക്കോ, അതുപോലെ ഈ രാഷ്ട്രത്തിലെ ഏത് ജനതയ്ക്കും ഏത് ഭാഗത്തിനും ഗ്രാമത്തിനും നമ്മളെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒറ്റയ്ക്കോ ഒരുമിച്ച് ചേർന്നോ നമ്മൾ ചെയ്ത് അത് എഫക്റ്റീവായിട്ട് ചെയ്യണം. എഫിഷ്യൻ്റായിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ റിസൾട്ട് ഇതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്, ആ റിസൾട്ട് ലഭിക്കുന്നത് വരെ ഞാൻ ആ പ്രവൃത്തി ചെയ്യും, എന്നിട്ട് തുടരുമെന്ന്
ദൃഢപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു ദിവസമായി തീരട്ടെ ഇന്നത്തേത്. എനിക്ക് എൻ്റെ ഗ്രാമത്തിന്, എൻ്റെ മുനിസിപ്പാലിറ്റിക്ക്, എൻ്റെ സംസ്ഥാനത്തിന്, എൻ്റെ രാഷ്ട്രത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഇന്ന് മുതൽക്ക് ചെയ്യാനുള്ള ഒരു ധന്യമായ ദിവസമായി തീരട്ടെ. 2014 മെയ് മാസം 26 നരേന്ദ്രമോദി NDAയുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ഈ അഖണ്ഡ ഭാരതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രണാമം, നമസ്കാരം.